കൊടുക്കുന്ന കാശിന് കൃത്യമായിട്ടുള്ള മുതലാകുന്ന ഒരു ഫോണാണ് പോക്കോയുടെ സീരീസിലുള്ള പോക്കോ F6. പോക്കോയുടെ ഫോണുകൾ നമുക്കറിയാം ഗെയിമിങ്ങിനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആണ്. അതായത് ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ചിപ്സെറ്റ് ആയിരിക്കും ആ ഫോണിലുണ്ടാകുക. അതേപോലെ തന്നെ പോക്കോ F6 വരുന്നുണ്ട്. പോക്കോ F6 Pro എന്നിങ്ങനെ രണ്ട് വേരിയൻ്റാണ് വരാൻ പോകുന്നത് എഫ് സീരീസുകളിൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് F6 എന്തെല്ലാം പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു ഫീച്ചേഴ്സിലോട്ട് വരികയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ പ്രൊട്ടക്ഷനൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വെറും ഗൊറില്ല ഗ്ലാസിൻ്റെയാണ് പ്രൊട്ടക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന HDR10+ൻ്റെ ഡിസ്പ്ലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡോൾബി വിഷനൊക്കെ സപ്പോർട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് പോക്കോ F6 കൊടുത്തിരിക്കുന്നത്. ഏകദേശം 19% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രീൻ ഫുള്ള് സ്ക്രീനാണ്. ഒരു ബെസ്സലെസ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് 360 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം ഒരു ഗെയിമിംഗ് ഫോണിന് ഏറ്റവും വേണ്ടത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. കാരണം ആ ഒരു ടച്ച് റെസ്പോൺസ് കിട്ടണം. അപ്പോൾ അത് എന്തായാലും പോക്കോ F6 നമുക്ക് നല്ലപോലെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെങ്കിലും ഇതൊരു ക്യാമറ ഫോൺ കൂടിയാണ്. കാരണം ഇതിൽ ക്വാൽകോമിൻ്റെ പ്രോസസ്സർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1.6 അപ്രോച്ചറിൽ വരുന്ന സെൻസറാണ്. ഈ 1.6 ആയതുകൊണ്ട് തന്നെ സെൻസർ ലാർജാണ്. സാധാ നോർമൽ ഫോണിലെല്ലാം F1.8 ആണ് ഉപയോഗിക്കുക. ഇവിടെ 1.6 ആണ്. അതായത് സൈസ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൻസറിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. ഇത് സോണിയുടെ ഒരു സെൻസറാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം കൂടുതൽ ഏത് സെൻസറാണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. സോണി സെൻസറുകളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ 8 MB അൾട്രാ വൈഡ് ആംഗിളാണ് വരുന്നത്. OISൻ്റെ സപ്പോർട്ടെല്ലാം വരുന്നുണ്ട്. 4K ആയിട്ട് 60 FPS വരെ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 20 MB ഫുൾ HD പ്ലസ് 60 FPS എടുക്കാൻ കഴിയുന്ന ഒരു നോർമൽ ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത് നോർമൽ പോക്കോ ഫോണുകളിലെല്ലാം മിക്കവാറും ഒരു 20 MB ക്യാമറ തന്നെയാണ്. സെൽഫി ക്യാമറ പഞ്ച് ഹോളിലായിട്ടാണ് കാണുന്നത്. അപ്പം ക്യാമറ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ അടിപൊളി ക്യാമറ ആയിരിക്കും. ഫ്രണ്ട് ക്യാമറ തരക്കേടില്ലാത്ത നോർമൽ ക്യാമറ. പ്രൊസസ്സറിലോട്ട് വരികയാണെങ്കിൽ ഗെയിമിങ്ങിനായതുകൊണ്ട് തന്നെ ക്വാൽകോം സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 8S Gen 3 വെച്ച് വരുന്ന ആദ്യത്തെ ഫോണാണ് പോക്കോ F6 Pro അല്ല. പ്രോയിലോട്ട് വരുമ്പോൾ പ്രോസസ്സർ മാറുന്നുണ്ട്. ഇതൊരു 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് പറയുകയാണെങ്കിൽ ഇതിലെ മെയിൻ വരുന്ന ഒരു കോറ് 3 GHz ക്ലോക്ക് സ്പീഡ് വരുന്നുണ്ട്. അത് കോർട്ടെക്സ് X4 എന്ന് പറഞ്ഞ കോറാണ്. അതുപോലെ തന്നെ 4 കോറുകൾ 2.8 GHz കോർട്ടെക്സ് A7020 എന്ന് പറയുന്ന ഒരു കോറാണ് വരുന്നത്. അതുപോലെ തന്നെ 3 കോറുകൾ 2 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന കോർട്ടെക്സ് A520 എന്ന് പറഞ്ഞ കോറുകളുമാണ് വരുന്നിരിക്കുന്നത്. ഇതിൽ GPU വന്നിരിക്കുന്നത് Adreno 735 എന്ന് പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള GPU ആണ് വന്നിരിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.4ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. Wi-Fi 6E ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് USF 4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. LPDDR5Xൻ്റെ RAM ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പും RAM ടൈപ്പൊക്കെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ IP64ൻ്റെ റേറ്റിംഗും കൂടി വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. PD 3.0യും QC 3+ൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജിങ് വളരെ ഏകദേശം ഈ ഒരു സ്പെസിഫിക്കേഷനായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഒരു 30,000 രൂപ റേഞ്ചിലായിരിക്കും ഈ പോക്കോ F6 വരുന്നത്. F6 Proയിലോട്ട് വരുമ്പോൾ ഏകദേശം 40 രൂപ റേഞ്ചിലായിരിക്കും വരിക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പോക്കോ F6 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ എന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നതായിരിക്കും. ബൈ.